ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ ചെമ്പകം നിറയെ പൂവുണ്ടായി. നല്ല മണമാണ്. തണൽ മരമായും വളർത്താം, മുറ്റത്തൊക്കെ വളർത്താം, ചെടിച്ചട്ടിയിലും വളർത്താം. പെട്ടെന്ന് വളരും. ഇത് നട്ട 1.5 വർഷം കൊണ്ട് അത് പൂവുണ്ടായി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നട്ടിട്ട് 2 വർഷമായി, 2 വർഷം കഴിഞ്ഞു. ചെടിച്ചട്ടിയിൽ നടാൻ നല്ല മുറ്റത്ത് നിറയെ സുഗന്ധം വരുത്തും. അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ നല്ല വിലയാണെന്നാണ് പറയുന്നത് ഈ ചെമ്പകത്തിന്. ചെമ്പകപ്പൂ മാർക്കറ്റിലൊക്കെ വിൽക്കാൻ കിട്ടും. പെർഫ്യൂം ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുക. നല്ല ഇളക്കമുള്ള മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടിയും, വേപ്പിൻ പിണ്ണാക്കും, കടല പിണ്ണാക്കും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഇത് നട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിപ്പം നേരത്തെ ഡ്രമ്മിൽ നട്ടിട്ട് ഒരു വളർച്ചയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് നട്ടു. പനിനീർ ചെമ്പകം എന്നൊക്കെ ഇതിന് പേര് പറയും. ഇത് വെള്ളയാണ്, ഇതിൻ്റെ തന്നെ മഞ്ഞ കളറുണ്ട്, അതിന് പൊൻചെമ്പകം എന്നൊക്കെ പേര് പറയും. കണ്ടോ, നിറയെ പൂക്കളുണ്ട്. ഇങ്ങനെ ശിഖരം വന്നിട്ട് അതിൻ്റെ അറ്റത്താണ് സാധാരണ പൂക്കളുണ്ടായി കാണുന്നത് കേട്ടോ. നല്ല മണം ഇതിന്. വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാകുന്നത്. വൈകുന്നേരത്തില്ലേ മുറ്റത്തിറങ്ങിയാലില്ലേ നല്ല മണം. നോക്കുമ്പോൾ ഈ ചെമ്പകപ്പൂ വിരിഞ്ഞ് വരുന്നതാണ്. കണ്ടോ, 2-3 പൂ ഒരുമിച്ചുണ്ടാവും. വെള്ളം ഒഴിക്കുമ്പോൾ ഞങ്ങൾ ഇലയെക്കൊടിയെല്ലാം വെള്ളം ഒഴിക്കും. കണ്ടോ, അവിടെയൊക്കെ നോക്കി എത്ര എണ്ണമാണെന്ന് നോക്കി. ഒരെണ്ണം വിരിഞ്ഞാൽ മതി, അപ്പം മുറ്റം നിറയെ നല്ല മണം വരും. മുറ്റത്തൊക്കെ സുഗന്ധം വീശും. അതുകൊണ്ട് നമുക്ക് മുറ്റത്ത് വന്ന് നട്ടുപിടിപ്പിക്കാം, ചെടിച്ചട്ടിയിൽ നടാം. കണ്ടോ, ഈ പൂവിൻ്റെ ഇതൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ചെമ്പകത്തിൻ്റെ. ചെമ്പകം പല കളറുണ്ട്, പല സൈസുണ്ട്. ചെമ്പകം, സ്പൈഡർ ലില്ലിയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിലേ നല്ല മണമാണ് മുറ്റം നിറയും വൈകുന്നേരത്ത് ഇറങ്ങുമ്പോൾ. ഓരോ പൂവും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ ഓറഞ്ച് കളറുള്ള ചെമ്പകപ്പൂവുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. മുടിയിലൊക്കെ ചൂടി അത് നല്ലതാണ്. ഇത് മഴക്കാലത്ത് ഇത് ഉണ്ടാകും കേട്ടോ, പൂക്കൾ. തോരാത്ത മഴയത്ത് വരെ ഇത് പൂവുണ്ടാകും. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മൊട്ട് വരുന്നുണ്ട്, മൊട്ട് വരം കാണാൻ നല്ല രസം. മൊട്ട് വിരിഞ്ഞിട്ട് പല ഇതളുകളായിട്ട് വരികയാണ്. കണ്ടോ, ഇവിടെ 3 എണ്ണം കൂടി വിരിയുന്നുണ്ട്, കട്ടയായിട്ട് വിരിഞ്ഞുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പച്ചക്കറി വേസ്റ്റിന് സ്ലേറി ഒഴിച്ചു കൊടുക്കും, ചാണകപ്പൊടിയൊക്കെ ഇടും. ഇപ്പം കുറേ നാളായി പൂ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. ഇനി ഉണ്ടായി നിൽക്കുകയെ കുറച്ച് ദിവസം കഴിഞ്ഞേ പൊഴിഞ്ഞു പോവുകയുള്ളൂ. പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകലേ. വാടിക്കഴിഞ്ഞിട്ട് അല്ലിയെല്ലാം അടന്നടന്ന്, പൂവിൻ്റെ ഇതളെല്ലാം അടന്നടന്ന് പോവും. അങ്ങനെ അത് പൊഴിഞ്ഞു പോകത്തില്ല. പൂവ് കുറേ ദിവസം നിൽക്കും. നല്ല പച്ച ഇലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇലകൾക്കൊന്നും ഒരു കേടുമില്ല കേട്ടോ.
ഇത് മരം പോലെയാകും, ഒത്തിരി വളർന്നു വരുവേ. നല്ല പൊക്കം വെക്കും, മണ്ണം അധികം വെക്കാമെന്ന് തോന്നുന്നു. നട്ട 1.5 വർഷമായപ്പോഴേ നിറയെ പൂക്കളുണ്ടായി. ഇതിപ്പം 2 വർഷമായി, 2 വർഷം കഴിഞ്ഞു. ഇതാണ് ഇതിന് ചുവട് വാങ്ങണ്ട. എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. ഇത്രയും പൊക്കമുണ്ടേ, വണ്ണം കുറവാണ്, ഇങ്ങനെ പൊങ്ങിപ്പോയേക്ക് വേണം. കണ്ട 2-3 അടുപ്പിച്ച് കട്ടയായിട്ടുണ്ടാകുകയാണ്. ഇത് ഇങ്ങനെയാണ് ഇത് വിരിഞ്ഞു വരുന്നത്. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. ഇതിൻ്റെ ഇതളിനൊക്കെ നല്ല കട്ടിയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പൂ പോലെ തോന്നും ഇതള് കണ്ടാൽ. കണ്ടോ, ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വിരിയുന്നതിന് മുമ്പിലെ പിള്ളേരൊക്കെ തല കുത്തിക്കൊണ്ട് വരും മുടിയിൽ, മുട്ടയായിട്ടിരിക്കുമ്പോഴേ. അപ്പോൾ നല്ല മണമാണ്. മുറ്റം നിറയെ സുഗന്ധം വീശും. ഇതുപോലെ ഒരെണ്ണം നട്ടു വെച്ചാൽ മതി മുറ്റത്ത്, നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ അരികിലെങ്ങനെ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേണ്ട, 3 എണ്ണം ഒരുമിച്ചിരിക്കുക, നല്ല രസമല്ലേ. അധികം കേടൊന്നും ഉണ്ടാകാലത്. Thank you so much.